സജിത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരി ഈ പ്രത്യേകം തയ്യാറാക്കിയ ഏരിയയിലേക്ക് കൊണ്ടുവരും. ഇവിടെ 11 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും ഭരണ പ്രതിപക്ഷ എല്ലാ നേതാക്കളും ഈ രാഷ്ട്രീയം മറന്ന് ഇവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും ഭരണ പ്രതിപക്ഷ എല്ലാ നേതാക്കളും ഈ രാഷ്ട്രീയം മറന്ന് എല്ലാ നേതാക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപ് തന്നെ മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കം എത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി MP അങ്ങനെ അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. അങ്ങനെ എല്ലാ രാഷ്ട്രീയവും മറന്ന് ഈ ഒരു വേദനയിൽ ഒറ്റക്കെട്ടായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ദുരന്തം തന്നെയാണ് അവരുടെ കുടുംബങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ വിയോഗങ്ങൾ. 2 ദിവസം മുൻപ് മാത്രം ഈ കുവൈറ്റിലേക്ക് ജോലി തേടി പോയവരുണ്ട്. സാധാരണ നമ്മൾ ഈ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അവിടെ എത്തുന്ന ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെയാണ് സാധാരണ കുടുംബങ്ങളിലും പോകുന്നവരും വരുന്നവരും ഒക്കെ പങ്കുവെക്കുന്നത്. പക്ഷേ ഇന്ന് ഈ വിമാനം ഇവിടെ ഇറങ്ങുമ്പോൾ അത് ഒരു തീരാ കണ്ണീരായി നോവായി മാറുന്ന ഒരു അവസ്ഥയാണ്. അപ്രതീക്ഷിതമായി തൻ്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അവർക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തത്ര ഒരു വേദനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മന്ത്രി P രാജീവ്, ജില്ലാ കളക്ടർ, ഒപ്പം ആലുവ റൂറൽ SP വൈബ് സക്സേന ഉൾപ്പെടെയുള്ളവർ എല്ലാവിധ നേതൃത്വങ്ങളും നൽകി ഈ എത്തുന്ന മൃതദേഹങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ പീഡയിലായിരിക്കും ഇവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി വെക്കുന്നത്. ഓരോ പീഡയ്ക്ക് പുറത്തും ഈ എത്തുന്ന മൃതദേഹങ്ങളും അവരുടെ പേരും വിലാസവും അടക്കം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും കുടുംബങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ. ആകെ 31 മൃതദേഹങ്ങൾ അടങ്ങിയ പേടകമാണ് ഇവിടെ എത്തുന്നത്. അതിൽ 23 പേർ കേരളത്തിലുള്ളവരാണ്, മലയാളികളാണ്. 7 പേർ തമിഴ്നാട്ടിലുള്ളവരാണ്. ഒരാൾ കർണാടക സ്വദേശിയാണ്. തമിഴ്നാട്ടിലുള്ള മൃതദേഹങ്ങൾ തമിഴ്നാട് സർക്കാർ അയച്ച വിമാനത്തിൽ കൊണ്ടുപോകും. കർണാടകയിലുള്ളത് ഇവിടെ തന്നെ മറ്റൊരു വിമാനത്തിൽ അവരുടെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കിയിട്ടുണ്ട്. ഈ മലയാളികളുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം അവരവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബന്ധുക്കൾ പിന്നീട് അവരുടെ സൗകര്യം പോലെ അവരുടെ വീട്ടിലെ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം സംസ്കാരം ചില ബോഡികൾ ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ച് വരും ദിവസങ്ങളിലായിരിക്കും മൃതദേഹം സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഈ കുടുംബക്കാരെല്ലാം അവരുടെയൊക്കെ ബന്ധുക്കൾ അവരെല്ലാം വളരെ ഒരു വേദന നിറഞ്ഞ ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം സഹോദരനെ, മകനെ, അല്ലെങ്കിൽ അങ്ങനെ ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെട്ട അങ്ങനെ ഒരുപാട് വേദനകൾ സഹിച്ചാണ് ഓരോരുത്തരും ഇവിടെ എത്തി നിൽക്കുന്നത്. അവർക്ക് ഒരു സഹായമായി അല്ലെങ്കിൽ അവരുടെ കണ്ണീരൊപ്പാനായി എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവിടെ എത്തിക്കഴിഞ്ഞു. വി മുരളീധരൻ അടക്കമുള്ള K സുരേന്ദ്രൻ, സുരേഷ് ഗോപി MP അടക്കമുള്ളവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം സർക്കാരിൻ്റെ KS രാധാകൃഷ്ണൻ MP ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ എത്തുന്ന മൃതദേഹത്തിന് പൊതുദർശനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ സൗകര്യപൂർവ്വം ഏർപ്പെടുത്തി ബന്ധുക്കൾക്ക് അത് ഏറ്റുവാങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട ഈ ജനപ്രതിനിധികൾ ഇവിടെയുള്ള ഈ സഹായിക്കാൻ എത്തുന്ന ഈ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നാടാകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ കാണുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു വിയോഗം പിന്നീട് നമുക്കറിയാം ഒരുപാട് മലയാളികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്കുമുണ്ടായ വലിയ ഒരു വേദന തന്നെയാണ്. എന്തായാലും ആ മൃതദേഹങ്ങൾ കൃത്യമായി തന്നെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്തു കഴിഞ്ഞു. ഇതിനോടകം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പാടായി ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഓരോരുത്തരായിട്ടോട് ചോദിക്കാം. ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത്? പന്തളം. ബന്ധു ആരാണ്? ആകാശ്. അത് ചേട്ടൻ ആരാണ്? റിലേഷൻ. ഇത് എപ്പോഴാണ് നിങ്ങൾ ചിറ്റപ്പനാണ് ഇത് ആകാശിന്റെ ചിറ്റപ്പൻ. എപ്പോഴായി വിവരം? എനിക്കന്ന് രാവിലെ 7 മണിയാകുമ്പോൾ. മരണവിവരമല്ല, തീപിടുത്തം ഉണ്ടായെന്നുള്ളത് 7 മണിയായപ്പോഴാണ്. പിന്നെ മരണവിവരം അറിയുന്നത് 4-4:30 ആയപ്പോൾ. എപ്പോഴാണ് ആകാശ് അങ്ങോട്ടേക്ക് പോയത്? അവരും പോയിട്ട് 8 വർഷമായി. ലീവിന് വന്നിട്ട് പോയിട്ട് 1.5 വർഷമായി. ഈ സംഭവത്തിന്റെ തലേ ദിവസമൊക്കെ വീട്ടുകാരെ വിളിക്കുകയും അതേ ദിവസം അവൻ്റെ അമ്മയെ വിളിക്കും. അച്ഛന് അവൻ്റെ 8 വയസ്സുള്ളപ്പം മരിച്ചു പോയതാണ്. പിന്നെ അമ്മയും സഹോദരിയുണ്ട്. സഹോദരിയെ വേറെ വിവാഹം കഴിച്ച്
അവർ വേറെ താമസിക്കുന്നത്. അമ്മ വീട്. അപ്പോൾ അമ്മ തനിച്ചായി. ഇന്ന് തന്നെ സംസ്കാരം? ഇല്ലല്ല, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഇത് കുവൈറ്റിൽ മരിച്ച ആകാശിൻ്റെ ബന്ധുക്കളാണ് സംസാരിച്ചത്. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1 വർഷം മുൻപ് വെക്കേഷൻ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം ആ കുടുംബത്തെ തേടിയെത്തുന്നത്. അങ്ങനെ സജിത്ത്, ഓരോ കുടുംബത്തിനും ഓരോ കഥകൾ പറയാനുണ്ട്. അവരുടെ ഒരു വേദന,